നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം ഇവിടെ ഇപ്പം ആകെ നിലവിലുള്ള ഈ ഒരു കടയും ആ ഒരു കടയുടെ ലൈറ്റും അണഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശത്തിൻ്റെ താഴ്വര ഇരുട്ടിലേക്കാണ്. ഒരുപാട് ആളുകൾ കായികപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടും സാംസ്കാരികപരമായിട്ടും വളർന്നു വന്നൊരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ വാർഡ് നിലകൊള്ളുന്നത്. പഞ്ചായത്ത് നിലവിൽ വന്ന കാലഘട്ടം മുതലേ ഈ ഒരു വാർഡ് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വികസനങ്ങളായാലും ബാക്കി പത്രങ്ങളായാലും നമുക്ക് എല്ലാവരും കാണുന്ന ഒന്നാണ്. നമുക്ക് അടയാളപ്പെടുത്തി പോകേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെയൊക്കെ ഈ ഒരു തലമുറ, ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ കുറച്ച് പേരെങ്കിലും അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കുളമുണ്ട്. പണ്ട് മുതൽ ആര്യാണിപ്പറ്റ കുളം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ കുളിക്കാനായിട്ടും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു കുളം നമുക്കുണ്ട് ഇവിടെ. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം പല വികസനങ്ങളും ഇന്ന് ഇവിടെ വന്നത് അത് പിന്നെ ആർക്കും ഉപയോഗപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. നിർത്തല പദ്ധതിയുടെ ഭാഗമായിട്ട് ആ കുളം 2 രൂപയ്ക്കുകയും 2 ഭാഗത്തും സ്റ്റെപ്പ് കൊണ്ടുവരികയും ഒരു ഭാഗം ഉപയോഗിക്കപ്പെടാതെ വന്നു. ഇപ്പോൾ ആ കുളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഒരുപാട് ചരിത്രങ്ങൾ ആ കുളത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് ആളുകൾ കൂടിയിരുന്ന് വീട്ടിലെ ആവശ്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു സ്ഥലമായിരുന്നത്. എല്ലാവർക്കും നമുക്കറിയാം. ഇപ്പോൾ ഒരു നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകേണ്ട അവസ്ഥയ്ക്ക് മാറി. അങ്ങനെ നമുക്കൊരു സൗകര്യമുള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അഥവാ നിങ്ങളെന്നെ ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ അതൊന്നും ഞാനത് ചെയ്യും. പഴയ രീതിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഏതൊരു വികസനവും ചെറിയ കുട്ടികൾ മുതൽ യുവാക്കളായാലും പ്രായം ചെന്നവരായാലും സ്ത്രീകളായാലും ഒരുപോലെ ഇവർക്ക് എന്ത് ചെയ്യണം, അതിന് ഗുണഭോക്താക്കളായി മാറണം. ഇവിടെയുള്ള പ്രായം ചെന്ന ആളുകളുടെ എക്സ്പീരിയൻസ്, അതായത് അവരുടെ അനുഭവങ്ങളും കുട്ടികളുടെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ യുവാക്കളായിട്ടുള്ള എന്നെപ്പോലെ ഇതിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ കുറേ യുവാക്കൾ വന്നുള്ളതെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അത് നിർവഹിക്കാൻ കഴിയുന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഒരു കളിസ്ഥലം നമുക്കറിയാം. ഈ ഒരു വാർഡിൽ ഇവിടെ എത്രത്തോളം കായിക പ്രതിഭകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഒരു കാലഘട്ടത്തിൽ മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോയിരുന്ന പഴയൊരു തലമുറ വളരെ സജീവമായി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇന്നത്തെ തലമുറക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് ആകെയുള്ളത് നമുക്ക് മിച്ചഭൂമിയാണ്. ഇവിടെ എത്രത്തോളം കുട്ടികൾ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റു കായിക വിനോദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നമുക്കത് കാണാൻ പറ്റുന്നത് ഒരു സ്കൂൾ വെക്കേഷനോ അല്ലെങ്കിൽ വേനൽക്കാലം വരുമ്പോൾ ആ മിച്ചഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ കാണാം. പലപ്പോഴും പല ആളുകൾക്കും കളിക്കാൻ ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഓരോ ഏരിയയിൽ നിന്നുള്ള ആളുകൾ ഓരോ ഗ്രൗണ്ടിൽ ഓരോ കളികൾ കളിക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് പുറത്തുനിന്ന് കാണികളായി നിൽക്കേണ്ട ഒരു സാഹചര്യം പോലും നമ്മളെ കാണുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ എന്തെങ്കിലും ഫണ്ടുകൾ ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള മാക്സിമം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വാർഡിലുള്ള ഒരുവിധം ആളുകളൊക്കെ ഞാൻ നേരിട്ട് ഇടപെടുന്ന ആളുകളാണ്. അപ്പം ചില കുടുംബങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന സാഹചര്യമല്ല അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല ആനുകൂല്യങ്ങളും അവർ അറിയാതെ പോയിട്ടാണോ അവർക്ക് ഇനി കിട്ടാതെ പോയിട്ടാണോ എന്താണെന്ന് അറിയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇടപെടണം എന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ ഇപ്പം ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പം ഇതുപോലെ തന്നെ പല വീടുകൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി 1-2 വർഷം മുന്നേ കൊടുത്ത അപേക്ഷകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ ബാക്കിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് വീട് അതുപോലെ തന്നെ റിപ്പയറിങ് ഇങ്ങനത്തെ ആളുകളെ കണ്ടെത്തിയിട്ട് മുന്നിലേക്ക് കൊണ്ടുവരും. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗത്തിൽ എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം അതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. പിന്നെ നമുക്കറിയാം ഒരുപാട് നൈപുണ്യപരമായിട്ടുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ടൈലറിങ് നമ്മൾ ഓൾറെഡി നമ്മുടെ നഴ്സറി വെച്ച് നടക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരുപാട് വനിതകൾ നമുക്കറിയാം. ഈ ഒരു വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനിതകളാണ് ശരിക്കും ഇതിൻ്റെ നട്ടെല്ല്. പ്രവാസികളായുള്ള ഒരുപാട് ആളുകൾ, കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ,
ഇങ്ങനെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഒരുപാട് വനിതകളുണ്ട്. വിദ്യാസമ്പന്നരായ ഈ വനിതകൾക്ക് ഇവർക്ക് എന്താണ് ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംരംഭങ്ങളോ അതല്ലെങ്കിൽ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഈ അച്ചാറ്, പപ്പടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് കൊണ്ട് വിൽക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. ഇതിന്ന് മാറിയിട്ട് ഇന്ന് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കോ എത്തിക്കുന്ന രീതിയിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ ഇന്നുണ്ട്. വ്യവസായ വകുപ്പിന്റെ ഒരു പ്രതിനിധി പോലും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അത് പലർക്കും അറിയില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം. അവർ മുഖാന്തരം നമ്മളെ ഇടപെട്ട് പല യുവാക്കൾക്കും സംരംഭങ്ങൾ തുടങ്ങാനും നിർദ്ദേശങ്ങൾ, അതുപോലെ പഞ്ചായത്തിൽ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട്. ഇത്തരം മേഖലയിലേക്ക് ഇവിടുത്തെ വനിതകളെയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള യുവാക്കളെ അതിലേക്ക് എത്തിക്കുക, അവരെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് അവരുടെ ഒരു ഭാവിയിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇവരുടെ ജീവിതം മാറ്റി എടുക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാ എന്നുള്ളൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. അതും കൂടി നിങ്ങൾ തന്നെ ഇവിടുന്ന് പഞ്ചായത്തിലേക്ക് ഇവിടുത്തെ ഒരു പ്രതിനിധി എത്തിക്കുക എന്നുണ്ടെങ്കിൽ അത് ഞാൻ മുൻകൈ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയാം, വാക്കുകൾക്ക് അതീതമായിട്ട് നമ്മൾ ഒരുപാട് പദ്ധതികളും ഒരുപാട് ക്ഷേമ പദ്ധതികളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരെയും ഒരു കൊടക്കീഴിലേക്ക്, എൻ്റെ ചിഹ്നം തന്നെ കൊടയാണ്, ആ ഒരു കൊടക്കീഴിലേക്ക് കൊണ്ടുവന്നിട്ട് വികസനം എന്നത് വ്യക്തികൾക്കും ആ വ്യക്തി താമസിക്കുന്ന ചുറ്റുപാടിന് ഈ സമൂഹത്തിനും ഒരേ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സ്ഥാനാർത്ഥിയായി എന്നോടെ നിർത്തുന്ന സമയത്ത് ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ നിൽക്കാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. അതെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിഹ്നം നിങ്ങൾക്കറിയാം, ഇവിടെ LDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളൊരാളാണ് തന്നെയാണ് ഞാൻ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ന്യൂനതകളും എൻ്റെ കഴിവുകേടുകളും നിങ്ങൾക്കറിയാം. അപ്പം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയൊരു മാറ്റം ഈ ഒരു പ്രദേശത്തിന് എന്നിലൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ ചിഹ്നമായ കുട അടയാളത്തിൽ വോട്ടുകൾ തന്ന് എന്നെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അതുപോലെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ബിന്ദു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു വാർഡ് മെമ്പറൊക്കെ ആയിട്ട് ആ വാർഡിൽ അത്രയും വികസനങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന ആളാണ്. ചേച്ചിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സൗഫാൻ, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചെന്നിട്ട് കാര്യങ്ങൾ ഉത്തമ ബോധ്യത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെയും നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തിയത്. അദ്ദേഹത്തെയും വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.